ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷനിലെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഫ്രാക്ഷനും അതിന്റെ ടൈപ്പും ഭിന്നസംഖ്യകളും എത്ര തരം ഭിന്നസംഖ്യകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡീഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടെ നോക്കണം, സബ്ട്രാക്ഷനും കൂടെ നോക്കണം അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഭിന്നസംഖ്യകൾ കുറയ്ക്കുന്നത് എങ്ങനെ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, അപ്പൊ എല്ലാവരും ബുക്കൊക്കെ എടുത്ത് വെച്ച് എഴുതാൻ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഓരോ ടൈപ്പ് പ്രോബ്ലം ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, ഹെഡിങ് കൊടുത്ത എല്ലാവരും സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താ നമ്മൾ മലയാളം മീഡിയം കൊടുക്കുക, ഭിന്നസംഖ്യകൾ കുറയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നോക്കിക്കേ, അടിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്, മുകളിലുള്ളത് ന്യൂമറേറ്റർ. മറന്നിട്ടില്ലല്ലോ എല്ലാവരും, ഓർത്തിരിക്കുക കേട്ടോ. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. നമ്മൾ മലയാളത്തിലെ അംശവും ഛേദം എന്നും പറയും. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ എങ്ങനെ കുറയ്ക്കും? ഈസ് ഈക്വൽ ടു ഇട്ടിട്ട് ഈ 2 സ്ഥലത്തും 10 കോമൺ അല്ലേ, ഈ 10 എടുത്ത് ഇവിടെ എഴുതണം. ഈ 7 - 3 വെറുതെ അങ്ങ് ചെയ്യുക. കണ്ടോ, നമുക്ക് ആൻസർ എത്ര വരും? 4/10 എന്ന് വരും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കുറയ്ക്കാൻ പറ്റും. എങ്ങനെ പറ്റും? 2 × 2 ആണ് 4, 5 × 2 ആണ് 10, 2/5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? കോമൺ ആയിട്ട് ആ ഒരാളെ എടുത്ത്, രണ്ടിലും ഒരാളെയാണ് ഉള്ളത് അല്ലെ, രണ്ടിലും ഒരാളാണ് ഉള്ളത്, 10 ആണുള്ളത്. അപ്പൊ ആ 10നെ കോമൺ ആയിട്ട് എടുത്തിട്ട് 7 - 3 ചെയ്യുക, 4/10 എന്ന് കിട്ടും. അതിന് നമുക്ക് വെട്ടി 2/5 എന്ന് എഴുതാലോ. ഇപ്പം 4/10 ആണ് ഓപ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് 4/10 കിട്ടിയ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഇനി 4/10 ഓപ്ഷൻ ഇല്ലെങ്കിൽ അതിനെ വെട്ടിക്കുറയ്ക്കണം. വെട്ടിക്കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? 2/5 എന്ന് വരും. ഇനി ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലോ അങ്ങനെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച മിക്സഡ് എങ്ങനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഫ്രാക്ഷനെ എങ്ങനെ മിക്സഡിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, സാധാരണ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ഒരിക്കലും മിക്സഡിലേക്ക് മാറ്റാൻ ചോദിച്ചു കണ്ടിട്ടില്ല. നിങ്ങൾക്ക് സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, നവോദയയിൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരില്ല. പക്ഷെ നമ്മൾ കാര്യം അറിഞ്ഞിരിക്കണം. നമ്മൾ സിമ്പിൾ അല്ല എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും, ചെറിയ കാര്യങ്ങൾ മറന്നുപോയാൽ എന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും. സോ ചെറുതും വലുതും നമ്മൾ ഈക്വലി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കിക്കേ, സബ്ട്രാക്ട് 4/9 ഫ്രം 7/9. 4/9 - 7/9 അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താ? 4/9നെ 7/9ൽ നിന്ന് കുറയ്ക്കാനാ. കണ്ടോ, അപ്പൊ എങ്ങനെ എഴുതണ്ടേ? 7/9 - 4/9 ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ. സബ്ട്രാക്ട് 4/9 ഫ്രം 7/9. അതാണ് ഇവിടെ ഫ്രം ഇട്ട് കഴിയുമ്പോൾ ഡൗട്ട് വരരുത്. നേരെ നിങ്ങൾ 4ൽ നിന്ന് 7 കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്ര വരും ഇവിടെ? 3/9 എന്ന് പറയും. നമ്മൾ ഇവിടെ പഠിച്ചില്ലേ, ഒരേപോലെ ഡിനോമിനേറ്റർ വരുവാണെങ്കിൽ കോമൺ ആയിട്ട് കൊടുക്കുക, 7 - 4 കൊടുക്കുക, നമുക്ക് 3 കിട്ടും. ഇതിനെ നമുക്ക് വെട്ടിക്കളയാലോ. 1 × 3 ആണ് 3, ഇവിടെയോ 3 × 3 ആണ് 9. സോ ആൻസർ 1/3 എന്ന് കിട്ടും, അല്ലെങ്കിൽ 3/9 നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയാണ് സെയിം ഡിനോമിനേറ്റേഴ്സ് വരുവാണെങ്കിൽ കേട്ടോ. സെയിം ആയിട്ട് അടിയിൽ ഡിനോമിനേറ്റേഴ്സ് വരുവാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വേണം ചെയ്യാൻ. മറന്നു പോകരുതേ കേട്ടോ. ഒന്നും കൂടെ വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ടതിന് ശേഷം മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവൂ. ഓക്കെ, അടുത്തത് നോക്കാം. വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ അൺഈക്വൽ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല, ഡിഫറെന്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? 7/8 - 5/12. കണ്ടോ, 8ഉം 12ഉം. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ LCM യൂസ് ചെയ്യേണ്ടത്. LCM അല്ലാതെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡീഷന്റെ ക്ലാസ്സിൽ. അപ്പം ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് എളുപ്പം എന്താണ്? LCM മെത്തേഡാണ്. നമുക്ക് 8ഉം ഉണ്ട് 12ഉം ഉണ്ട്. LCM കാണണ്ടേ? ഫൈൻഡ് LCM ആദ്യത്തെ സ്റ്റെപ്പ് ആണ്. LCM ലസാഗു കണ്ടെത്തുക. ലസാഗു
നമുക്ക് എത്ര LCM വരും? 2 into 2 4, 4 into 2 8, 8 into 3 24 ആണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് LCM എന്ന് പറയുന്നത് 24 കിട്ടി. LCM എത്ര കിട്ടി? 24 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ 7/8നെ 5/12നെയും ഡിനോമിനേറ്റേഴ്സ് 24 ആക്കണം. അപ്പൊ നോക്കിയേ 8 ഇൻറ്റു 3 24, 8 into 3 താഴെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം? മുകളിലും ചെയ്യണം. എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും, മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാതെ വെറുതെ ആഡും സബ്ട്രാക്ഷനും ചെയ്യും. ആൻസർ തെറ്റിപ്പോകും. മുകളിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. ആ തെറ്റിപ്പോകുന്ന ആൻസർ നമുക്ക് ഓപ്ഷനിൽ അവർ തന്നിട്ടും ഉണ്ടായിരിക്കും കേട്ടോ. തീർച്ചയായും തരും. നമ്മൾ തെറ്റിക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ അവർ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ വെക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 7 into 3 8 into 3 കൊടുത്തു. ഇനി 12 into 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. മുകളിലും 2 ചെയ്തു. ഇനി 7 into 3 21 minus 10/24, that is equal to 11/24. കണ്ടോ, 11/24 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ എന്തായിരുന്നു? ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഇവിടെ എങ്ങനെയാ വരിക? 21/24 മൈനസ് 10/24. 24ഉം 24ഉം കോമൺ ആയതുകൊണ്ടാണ് സാർ ദേ 21 മൈനസ് 10/24 എന്ന് എഴുതിയത്. ഇതാണ് ആ സ്റ്റെപ്പ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് കുറയ്ക്കുന്നു. 21ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ വരുന്നേ? 11 വരും. ആ 24 അതേപടി എഴുതുന്നു. 11/24 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇതേപോലെ LCM കാണാൻ പഠിക്കുക കേട്ടോ. LCM ചില കുട്ടികൾ LCM പിന്നെ ഡൗട്ട് ആണെന്ന് പറഞ്ഞ് ഇവിടെ 2 ഇട്ടിട്ട് 1 കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ 3 കൊടുക്കും. അതിന്റെ ആവശ്യമില്ല, അത്രയും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ 2ഓ 3ഓ വെച്ച് പിന്നെയും ചെയ്തു പോകാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടോ? 2 വെച്ച 2 മാത്രമേ ഉള്ളൂ, 3 വെച്ച 3 മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? 2 into 2 4, 4 into 2 8, 8 into 3 24. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ LCM മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ്. ഇപ്പൊ സാർ പറയുവാണെങ്കിൽ ഏറ്റവും എളുപ്പ വഴി, ക്രോസ് മൾട്ടിപ്ലിക്കേഷനേക്കാൾ എളുപ്പ വഴി LCM മെത്തേഡ് തന്നെയാണ് കേട്ടോ. LCM മെത്തേഡ് ലെസ്സാഗു കാണുകയാണ് ഏറ്റവും എളുപ്പം. ലെസ്സാഗു കാണുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പൊ അത് കാണുക എല്ലാവരും. ഇത് കാണാൻ പഠിക്കണം. നമ്മുടെ ബാച്ചിലെ കുട്ടികളെല്ലാം ആപ്പ് ക്ലാസ്സിൽ LCM കാണാൻ തന്നെയായിട്ടൊരു വീഡിയോ ഉണ്ട്. അത് കണ്ട് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ LCM കാണാൻ എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 2 minus 5/9. 2 minus 5/9 ആണ്. ഇപ്പൊ നോക്കിക്കേ, 2/1 ആണ്. എന്ത്? 2 തന്നെയല്ലേ? അപ്പൊ നമുക്ക് 2/1 minus 5/9 എഴുതാം. അപ്പൊ നോക്കിക്കേ, 2/1 minus 5/9. ഇവിടെ LCM കാണണോ? നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് 9 തന്നെയാണ് വരേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ 1 into 9 കൊടുക്കുക, 2 into 9 കൊടുക്കുക. ഇവിടെ 1 into 1. 1 ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. 2 ഡിജിറ്റ്സ് വരുമ്പോൾ 1 ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. അടുത്ത് നോക്കിക്കേ, 2 into 9 എത്രയാണ്? 18 minus 5/. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റെപ്പ് ഡൗട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് നോക്കിയേ, 2/1 minus 5/9. ഇതിനിപ്പോ LCM കണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. 1 9 എടുക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് തന്നെയാണ് നമുക്ക് വരുന്നേ? 9 തന്നെയല്ലേ വരേണ്ടത് അല്ലേ? 1 വെച്ച് ചെയ്യുമ്പോൾ 1 പോവും. 9 അങ്ങനെ തന്നെ എഴുതി. പിന്നെ നമുക്ക് 9 അങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമുക്കിത് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മളത് നോക്കണ്ട. ജസ്റ്റ് ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 into 9 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 into 9, 2 into 9, 9 into 1, 5 into 1. ഇനി 18/9. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഓരോ സ്റ്റെപ്പ് എഴുതണം. അതിന് വേണ്ടി ഞാൻ റബ്ബ് ചെയ്തിട്ട് ഒന്നും കൂടെ കാണിച്ചു തന്നത്. 18/9 എഴുതുക, മൈനസ് 5/9 ഇങ്ങനെ തന്നെ എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അടിയിലുള്ള ആൾക്കാർ എന്താ? സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 18 മൈനസ് 5/9 എന്ന് എഴുതാം. 18 മൈനസ് 5/9 എന്ന് എഴുതാം.
നമുക്ക് 13/9 എന്ന ആൻസർ കിട്ടും. 13/9 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ ഈ ആൻസർ തീർന്നു. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട, ഇവിടെ 2 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ 1. 2 മാത്രമല്ല, ഇപ്പൊ 3 - 2/8 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 1 ഇടാം. ഈ 3 എന്ന് മാത്രം എഴുതിയിരിക്കുന്ന ഫ്രാക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇടാം. ഇപ്പൊ 4 × 9/12 എന്നാണെങ്കിൽ ഇവിടെ ഒരു 1 ഇടാം. മൈനസ് ആണെങ്കിൽ 4 മൈനസ് കേട്ടോ. അപ്പൊ ഇത് 2 വന്നിട്ടുണ്ടെങ്കിൽ എന്താ കാരണം? എന്താ? 2 ഡിവൈഡഡ് ബൈ 1 അല്ലെങ്കിൽ ഏതൊരു നമ്പർ ഡിവൈഡ് ബൈ 1 ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അവിടെ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 2 തന്നെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആൻസർ 2 തന്നെയാണ്. സോ ഏതൊരു നമ്പർ ഡിവൈഡ് ബൈ 1 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആ സെയിം നമ്പർ തന്നെയാണ്. സോ ആരും അതൊരു തെറ്റാണെന്നോ അയ്യോ അങ്ങനെ ചെയ്യാവോ എന്നൊന്നും ചിന്തിക്കേണ്ട. 1 ഇട്ട് കൊടുത്തോ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സബ്ട്രാക്ട് 5 1/6 ഫ്രം 10 2/3. എന്താ? 10 2/3 നിന്ന് 5 1/6 കുറയ്ക്കുക. മലയാളം മീഡിയത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ തരും കേട്ടോ, ഇങ്ങനെയല്ല. 10 2/3 നിന്ന് 5 1/6 കുറയ്ക്കുക. ഇപ്പൊ നോക്കിക്കേ, 10 2/3 നിന്ന് ഫ്രം 10 2/3 എന്ന് പറയുമ്പോൾ എന്താ എഴുതണ്ടേ? 10 2/3 മൈനസ് 5 1/6 ആണ് ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 10 2/3 എങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഇതിൽ നിന്ന് മാറ്റുന്നത്. എങ്ങനെ മാറ്റും? 10 2/3 എങ്ങനെ മാറ്റുന്നേ? എല്ലാവരും ശ്രദ്ധിച്ചേ. 3 × 10 + 2 ബൈ ആ ഡിനോമിനേറ്റർ കൊടുക്കുക. 32/3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത നോക്കിക്കേ, 5 1/6 ആണ്. അതിനെ നമുക്ക് മാറ്റണം. 6 × 5 + 1/6 ആണ് വരിക. 6 × 5 30 + 1 31. 31/6 എന്ന് വരും. കണ്ടോ? അപ്പൊ ഇനി ഇതിനെ വേണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ. ഇതല്ല, ഇത് വേണം നമ്മൾ കുറയ്ക്കാൻ. അപ്പൊ 10 2/3 എത്രയാ? 32/3 ആണ്. മൈനസ് അടുത്തതാളോ 31/6 ആണ്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് അടിയിലുള്ള ആൾക്കാർ എന്താ? ഡിഫറൻ്റ് ആണ്. സോ എന്ത് ചെയ്യണം? LCM കാണണം. 3-ന്റെയും 6-ന്റെയും LCM കണ്ടേ. എത്ര വന്നു നോക്കിക്കേ. 2 ചെയ്യുമ്പോൾ 3 × 2 ആണ്. 3 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും അല്ലേ? നോക്കിയേ, 3 × 2 6 ആണ്. 6 ആണ് നമ്മൾ വരേണ്ടത്. അപ്പൊ ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്നാലോചിച്ച് നോക്കി. ഇവിടെ 6 × 1 × 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. അപ്പൊ നമുക്ക് ഇനി എത്ര ആൻസർ വരും നോക്കിയേ. 32 × 2 എത്രയാണ് നമുക്ക് വരുന്നത്? 64. 64/6 മൈനസ് 31/6. ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം? 64 മൈനസ് 31 ഡിവൈഡഡ് ബൈ 6 കൊടുക്കണം. നമുക്ക് 33/6 എന്ന് വന്നു. 33/6 എന്ന ആൻസർ വന്നു. ഈ 33/6-നെ നമുക്ക് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 33/6-നെ 11 × 3 ആണ് 33 അല്ലേ? 11 × 3 ആണ് 33. അതേപോലെ 2 × 3 ആണ് 6. സോ നമുക്ക് അവരെ കട്ട് ചെയ്യാൻ പറ്റും. 11ഉം 2 ആയി മാറും. സോ ആൻസർ വിൽ ബി 11/2. ഈ രണ്ട് ആൻസേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും. ഏതാണോ ഓപ്ഷനിലുള്ളത് ഈ രണ്ട് ആൻസറും ഒരുമിച്ചല്ലേ ഉണ്ടാവുക. ഒന്നെങ്കിൽ 33/6 ആയിരിക്കും ആൻസറിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാവുന്നത് 11/2 ആയിരിക്കും. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും തരും. ഈ രണ്ട് ഫോം വെട്ടി എഴുതേണ്ടതാണെങ്കിൽ ചിലപ്പോൾ വെട്ടിയിട്ട് തന്നെ കുറച്ച് എഴുതും, ഇല്ലെങ്കിൽ സെയിം നമുക്ക് ആദ്യം കിട്ടുന്ന ആൻസർ ഫോമിൽ തന്നെ എഴുതും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഫ്രം കാണുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. 5 1/6-ൽ നിന്ന് 10 2/3 കുറയ്ക്കരുത്. 10 2/3-ൽ നിന്ന് 5 1/6 വേണം കുറയ്ക്കാൻ. നിങ്ങൾ സ്കൂളിൽ ചെയ്യുമ്പോഴും ഇതേപോലെ ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ. ഓക്കെ, അതേപോലെ ടീം CC+ൽ മിഷൻ നവോദയ 2025 ബാച്ച് സ്റ്റാർട്ടഡ് ആണ്. അതേപോലെ നമ്മൾ ക്ലാസ്സസ് ലൈവ് പോയി തുടങ്ങി. അപ്പൊ എല്ലാവരും ഇപ്പം നന്നായിട്ട് നവോദയ എഴുതി പഠിച്ച് നല്ല റാങ്ക് വാങ്ങി കയറണം എന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ നന്നായിട്ട് പഠിക്കണം. ഏപ്രിൽ വെക്കേഷൻ സ്റ്റാർട്ടിങ്ങിന് മുതൽ നമ്മുടെ ബാച്ചിലെ ആള് കയറി ഒരു ആപ്പിലെ ക്ലാസ്സസ് എല്ലാം കണ്ട് പഠിച്ച് തീരാറായി. അപ്പം ഇനിയും താമസിക്കാതെ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക.
നല്ല രീതിയിൽ പഠിച്ച് നവോദയയിൽ അഡ്മിഷൻ നേടും. നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രീ ഡെമോ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ആദ്യം. ഇപ്പോൾ ഒരു ലൈവ് ക്ലാസ് തന്നെ നമുക്ക് കാണാൻ പറ്റും, നേരിട്ട് ഒരു ഡെമോ ആയിട്ട്, ഇല്ലെങ്കിൽ ഒരു 1-to-1 സെഷൻ ആയിട്ട് തന്നെയുള്ള ഡെമോ ക്ലാസ് തരും. ഇപ്പോൾ ഏതൊരു ടീച്ചർ, ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും ആ ഒരു ഡെമോ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഒരാൾ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ സിലബസ് ബേസ്ഡ് ക്ലാസ്. നമുക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സിലബസിൽ എടുക്കുകയുള്ളൂ. അടുത്തത് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയില്ല, കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട് പേരൻസ്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവർ കുറേ ബേസ് കിട്ടേണ്ടത് അത് ഇവർ റെക്കോർഡഡ് ക്ലാസ്സിൽ കാണണം. ബാക്കിയെല്ലാം നമ്മൾ ലൈവ് ക്ലാസ്സിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. അതേപോലെ ഈ ലൈവ് ഒരു ദിവസം കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മുടെ ആപ്പിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു വർക്ക്ഷീറ്റ് ആണ് കേട്ടോ. വർക്ക്ഷീറ്റ് ആണ്. നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേനും പിന്നെ പഠിത്തമല്ല, എല്ലാ റിവിഷനും കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. ആ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. അതേപോലെ മോക്ക് എക്സാം. ഇപ്പം തന്നെ നമ്മൾ 2 മോക്ക് എക്സാംസ് കഴിഞ്ഞു. അപ്പം ഇനി അടുത്തടുത്ത മോക്ക് എക്സാം ഈ ഒരു വീക്കുകളിലൊക്കെ തന്നെ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, മോക്ക് എക്സാം നടക്കണം. ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? എങ്ങനെ അറിയും? സ്കൂളിലുള്ളതുപോലെ തന്നെയുള്ളൂ, ഒരു പരീക്ഷ നടത്തിയേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ എക്സാംസ് അസസ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുക, ഫുൾ എല്ലാം പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നവോദയയിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടും. നല്ല രീതിയിൽ പഠിക്കുകയും കൂടെ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 3/4 മൈനസ് 2 1/2 ഡയറക്റ്റ് തന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ. എന്താണ്? 3 3/4 മൈനസ് 2 1/2. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, മിക്സഡിൽ നിന്ന് മാറ്റണം, മിശ്ര ഭിന്നത്തിൽ നിന്ന് മാറ്റണം. അപ്പൊ നോക്കിക്കേ, 3 3/4 എടുക്കുകയാണ്. 4 into 3 plus 3/4. 15/4 നമുക്ക് കിട്ടും. ഇനി അടുത്തത് 2 1/2. 2 into 2 plus 1/2 കൊടുത്തു. 4 plus 1 5/2 എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, നമുക്ക് 15/4 5/2 കിട്ടിയിരിക്കുന്നത്. 15/4 മൈനസ് 5/2. ഇവിടെ താഴെയുള്ള ആൾക്കാർ ഡിനോമിനേറ്റേഴ്സ് എന്താ, ഡിഫറൻ്റ് ആണ്. സെയിം ആണോ? അല്ല, സെയിം അല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ LCM കാണണം. 4ന്റെ 2ന്റെ LCM ഒക്കെ സിമ്പിൾ അല്ലേ? നോക്കിക്കേ, 2 വെച്ചിട്ട് ചെയ്താൽ 2 into 2 4 1 തീർന്നു അല്ലേ? ഇനി ഇവിടെ ഒരു 2 കൂടെ വേണമെങ്കിൽ നമുക്ക് സമാനത്തിന് വേണ്ടി ചെയ്യാം. 1 1 എടുത്തു. ഓക്കെ, 2 into 2 4 ആക്കി. ഇനി ഇത് ഇത്രയുടെ ചെയ്തില്ലെങ്കിൽ കൂടി എന്താണ്, നമുക്ക് 2 into 2 4 into 1 ആണ് അല്ലേ? 4 തന്നെയാണ് വരിക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 4 ആക്കണം. ഇവിടെ നോക്കിക്കേ, 4 into 1 4 ആണ്. ഇവിടെയും 1 വെച്ച് ചെയ്തു. ഇവിടെ 2 into 2 ചെയ്യുമ്പോഴാണ് 4 വരിക. താഴെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര നമുക്ക് ആൻസർ വരുമെന്ന് നോക്കിക്കേ, 15/4 മൈനസ് 10/4 എന്ന് നമുക്ക് ആൻസർ വരും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 15 മൈനസ് 10/4 എന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. 15 മൈനസ് 10 എത്രയാ, 5/4. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാവരും ഇതിന്റെ കൺവേർഷൻ പഠിച്ചു വെക്കണം കേട്ടോ. മിക്സഡിൽ നിന്ന് എങ്ങനെ മാറ്റും എന്നുള്ളത് പഠിച്ചു വെച്ചാൽ ഈ ഒരു കാര്യങ്ങൾ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് ഈ ഒരു മേഖലയിലായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് കൊനിഷ്ഠമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും, കുറച്ച് വലിയ ഹയർ വാല്യൂസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആൻസർ ഇവിടെ തെറ്റും. അതേപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 15 into 1 മൈനസ് 5 into 2 എന്ന് കൊടുക്കരുത്. 5 into 2 എന്ന് കൊടുക്കണം. 5 മാത്രം കൊടുക്കരുത്. 5 മാത്രം കൊടുത്താൽ എന്താവും, ഇവിടെ 15 മൈനസ് 5 10 വരും. അപ്പൊ നമ്മുടെ ആൻസർ മാറിപ്പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, താഴെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ ക്ലാസ്സിലെല്ലാം കുട്ടികളെ ഇറക്കി തെറ്റിക്കുന്നത് കാരണം സ്പീഡ് കൂട്ടിയിട്ട് ശ്രദ്ധയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്, ശ്രദ്ധിച്ച് പതിയെ ചെയ്യാൻ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് സ്പീഡ് കൂട്ടിയതെല്ലാം പിന്നെ മനസ്സിൽ അങ്ങ് ചെയ്യണം. പകുതി കാര്യങ്ങളും മനസ്സിൽ ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് സമയം കൂടുതൽ കിട്ടും. നമുക്കറിയാലോ, ശരിക്കും അവർ തന്നിരിക്കുന്നത് 1/2 മണിക്കൂറാണ്. നമ്മൾ മെന്റൽ എബിലിറ്റിയും കൂടെ മാറ്റി വെച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത ഒരു അരയും കൂടെയും കിട്ടി 1 മണിക്കൂർ മാത്സിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 2 സൈൻ ആണ്, ഒരു പ്ലസും ഒരു മൈനസും ഉണ്ടല്ലേ. അപ്പൊ നോക്കിക്കേ, 7/9 മൈനസ്
2/3 പ്ലസ് 5/6. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കാണാം ഇതിന്റെ 3 ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. സോ ആദ്യമേ തന്നെ നമ്മൾ എന്ത് കാണാം, നമുക്ക് LCM കാണാം. അല്ലാതെ ആദ്യമേ ഇത് രണ്ടും എടുത്ത് ആ കിട്ടുന്നതിന്റെ ആൻസറിന്റെ കൂടെ അടുത്തത് ചെയ്ത് അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്താ, നമുക്ക് സാധാ ചെയ്യുന്നത് പോലെ ആദ്യം LCM തന്നെ കാണാം. LCM കാണും ഏതിന്റെയൊക്കെ 3, 6, 9. നമുക്ക് എത്ര കിട്ടി? 3 into 2 6. 6 into 3 എത്ര വന്നു? 18 വന്നു. 18 വന്നു. അപ്പൊ LCM എത്രയാണ്? 18. LCM എന്ന് പറയുന്നത് 18 ആണ്. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഇതിനെയൊക്കെ മാറ്റാൻ പോവാ. 7/9 minus 2/3 plus 5/6. ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ഇൻറ്റു 9 into 2 ആണ് 18. മുകളിൽ 2 കൊടുത്തു. ഇനി ഇൻറ്റു 6 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പൊ നമുക്ക് കിട്ടിയേ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതിനെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണ്ടേ? 14/18 മൈനസ് 12/18 മൈനസ് 15/18, സോറി പ്ലസ് 15/18. ഇപ്പൊ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇനി ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 18 കൊടുക്കുക. 14 മൈനസ് 12 പ്ലസ് 15. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ എന്ത് ചെയ്യാം? 15നെയും 14നെയും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 29 എന്ന് കിട്ടും. 29ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 12 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 17/18 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ 17/18 എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു മോഡലിൽ വേണം. ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെ ഡിഫറൻറ്റ് സൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ, ലാസ്റ്റ് അവർ ഒരുമിച്ച് ഇട്ടാൽ മതി. ഡിനോമിനേറ്റേഴ്സ് ഇവരെ എന്ത് ചെയ്യുക? ഇവരെ 1 ആക്കുക, എല്ലാം 18 ആക്കുക. അതേപോലെ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് ലാസ്റ്റ് ഈ 14 മൈനസ് 12 പ്ലസ് 15 അങ്ങനെ ഒറ്റയടിക്ക് ഇട്ടാൽ മതി. എത്ര സൈൻ വന്നാലും കറക്റ്റ് ആവും. പ്ലസ് ഇപ്പൊ 2 അതിന്റെ അടുത്ത് ഒരു മൈനസ് ഉണ്ട്. അങ്ങനെ വന്നാൽ നമ്മൾ ബോട്ട് മാസ് വെച്ചിട്ട് ഏതൊക്കെ ആദ്യം ചെയ്യുന്നു അങ്ങനെ ചെയ്ത് പോയാൽ മതി. നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഹോംവർക്ക് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. 1 മൈനസ് 8/15. 1 മൈനസ് 8/15. ഞാൻ പറഞ്ഞിരുന്നു 1 വരുമ്പോൾ നമുക്ക് അടിയിൽ എന്തൊക്കെയോ ഇടാം, ഏതോ നമ്പറൊക്കെ ഇടാം എന്ന് പറഞ്ഞിരുന്നു. സോ നോക്കുക, 1 മൈനസ് 8/15 ആണ് ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും കണ്ടോ? പോസ്റ്റർ കണ്ടോ? എന്താണ്, നവോദയ 2024 നല്ല മിടുക്കന്മാരും മിടുക്കികളും ഇത് ഇപ്പം സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോവാണ്? നവോദയ സ്കൂളിൽ പഠിക്കാൻ പോവാണ്. അപ്പം അടുത്ത വർഷം ഇതേപോലെ നിങ്ങൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നവോദയ സ്കൂൾ അഡ്മിഷൻ കിട്ടില്ല. സോ നമ്മുടെ ബോർഡ് നമ്പർ ആയ 9496949929 വിളിച്ച് എൻക്വയറി എടുക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ചോദിക്കുക. ഫീസിന്റെ കാര്യങ്ങൾ ചോദിക്കുക, സിലബസിന്റെ കാര്യങ്ങൾ ചോദിക്കുക, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അടുത്ത പ്രാവശ്യം നവോദയ സ്കൂളിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.